നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് വീഡിയോ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫുഡിൻ്റെ റിവ്യൂ അല്ല, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കട്ടെ. റെസ്റ്റോറൻറ്റ് പേരൊക്കെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഓപ്പൺ ഡൈനിങ്ങും അതുപോലെ തന്നെ എ സി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എ സിയിലുള്ള സീറ്റ് ഒഴിവുകൊണ്ടപ്പോൾ അവിടെ കയറിയിരുന്നു. പുറത്തും അത്യാവശ്യം ഡൈനിങ് ഉണ്ട്, അത്യാവശ്യം കുറേ ഡൈനിങ്ങുള്ള ഏരിയ ആണ്. അപ്പോൾ ഉള്ളിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് കാണുന്നപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് മന്തിയാണ്. ബട്ട് ഇത് മന്തിയല്ല ഗായ്സ്, ഇത് ഞങ്ങൾ മന്തിയല്ല ഓർഡർ ചെയ്ത്. ഞങ്ങൾ രണ്ടാളും ഗൾഫ് പോയ സമയത്ത് കഴിച്ചിട്ട് അത്യാവശ്യം പരിചയമുള്ള ബുഹാരി റൈസ് ചിക്കൻ ഓർഡർ ചെയ്തതാണ്. ബട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം മന്തിനെ പോലത്തെയാണ്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ബുഹാരി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് നല്ല മന്തിനെ പോലെ തന്നെ ഫീൽ ചെയ്തത്. കാരണം ബുഹാരിൽ ഏറ്റവും കൂടുതൽ ക്യാരറ്റും അതുപോലെ തന്നെ ഉണക്കമുന്തിരി അങ്ങനെ അത്യാവശ്യം കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ വരുന്ന രീതിയിലുള്ള റൈസാണ്. ബട്ട് ഇത് എനിക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. മന്തിയിൽ മസാല ചിക്കൻ വെച്ച മാതിരിയുമുണ്ട്. ഫുഡിനല്ല കുറ്റം പറഞ്ഞത്, അതായത് ഇങ്ങനൊരു ബുഹാരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ പറയുക. ഞാനൊരു 6-7 തവണ ബുഹാരി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം എനിക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്തിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ടിപ്പാണ് വരുന്നത്. ഒന്ന് മയനൈസ് തന്നെയാണ്, അതുപോലെ പിന്നെ ഒരു റെഡ് ചട്നി ഉണ്ട്. അത് അത്യാവശ്യം എരിവാണ്, സ്പൈസിയാണ്. ബട്ട് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ചിക്കൻ ലേശം സ്പൈസിനെസ് ഉണ്ട്. അപ്പോൾ ഫുഡൊന്നും കുഴപ്പമില്ല, മന്തി കഴിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാസ്റ്റ് ഞങ്ങൾ ബില്ലൊക്കെ ചെക്ക് ചെയ്തപ്പോഴും ബുഹാരിനെ ബില്ലടിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി. ഇനി ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2 ടിപ്പും അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ഒന്ന് സാധാ മയനൈസാണ്, മറ്റേതൊരു റെഡ് കളറുള്ളത് കുറച്ച് സ്പൈസിനെസ് ഉള്ളൊരു ടിപ്പാട്ടോ. അപ്പോൾ റൈസും കഴിച്ചു, അതുപോലെ ചിക്കനൊക്കെ കഴിച്ചു. ആവശ്യം ഒരു ഹാഫ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഏകദേശം 5 പീസോളം വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു 5 പീസോളം വരുന്നുണ്ട്. പിന്നെ റൈസാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. പക്ഷേ ബുഹാരി റൈസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് കഴിച്ചിടത്തോളം ഇത് ബുഹാരി ആയിട്ട് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഇങ്ങനെയും ബുഹാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ എല്ലാ ഭക്ഷണവും ഞാൻ ടേസ്റ്റ് ചെയ്തൊരു വ്യക്തിയൊന്നുമല്ലല്ലോ. അപ്പോൾ ഞാൻ കഴിച്ച എൻ്റെ അഭിപ്രായത്തിൽ ഇത് മന്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. എന്നാലും ചിക്കൻ കഴിച്ചു. ചിക്കൻ കുക്കഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബിരിയാണിയിലൊക്കെ കിട്ടുന്ന പോലെ ചിക്കനാണ്. ബട്ട് ഒരു മസാല ഉണ്ട്, ആ മസാലയൊക്കെ കുറച്ച് തരക്കേടില്ലാത്തൊരു സ്പൈസിനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ബുഹാരി റൈസ് എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും പോയത്, കാരണം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ബുഹാരി റൈസ് ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മെനുവിൽ ബുഹാരി റൈസ് കണ്ടപ്പോൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്കെന്തോ ബുഹാരി റൈസ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഷാഫിനോട് ചോദിച്ചപ്പോൾ ഷാഫി തന്നെ പറഞ്ഞത്, കാരണം ഷാഫി കോമഡിയൊക്കെ ചെയ്ത് മന്തിയുടെ അവസാനം ഞങ്ങൾ രണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ലാസ്റ്റ് ബില്ല് കിട്ടണം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. റൈസ് ഞങ്ങൾ ഫിനിഷ് ചെയ്തത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബില്ലിൽ ബുഹാരി റൈസ് തന്നെ എഴുതി കേട്ടോ. ബുഹാരി റൈസാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. ഞങ്ങൾക്ക് ബില്ല് തന്നെ തന്നത് ഏകദേശം 320 രൂപയാണ് ഹാഫിന് ചാർജ് ചെയ്യുന്നത്. ക്യാമറ ഫോക്കസ് ആവണില്ലല്ലോ. അങ്ങനെ ഒരു പെപ്സിയും മേടിച്ചു, അതാണ് ഞങ്ങൾ കഴിച്ചത്. ബട്ട് ഞങ്ങൾക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയില്ല. അതുപോലെ ഇവിടെ കിച്ചണൊക്കെ ഓപ്പണാണ്, പുറത്തുനിന്ന് ഡൈനിങ് ഉണ്ട്, തരക്കേടില്ലാത്ത ഫുഡൊക്കെ തന്നെയാണ്. ബട്ട് ബുഹാരി റൈസ് ഞങ്ങൾ നിരസിച്ചിട്ടു. അതുപോലെ തന്നെ വേണ്ട അൽഫാം മന്തി, അതുപോലെ തന്നെ ബീഫ് കൊണ്ടാണ്, അങ്ങനെ ഒരുപാട് സ്പെഷ്യലുണ്ട്. മഷ്റൂം ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഇതായി. ഇനി ഇത് ലൊക്കേഷൻ വരുന്നത് ചുങ്കത്ത് തന്നെയാണ്. ചുങ്കത്ത് ബഡ്ജറ്റ് ഫുഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് കണ്ടാണ്. അപ്പോൾ അവിടുത്തെ ബുഹാരി റൈസ് ഇങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ ചുങ്കത്ത് പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ.